നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ. പ്രധാന വാർത്തകൾ ആദ്യം. ഷാരോണിനെ കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പരമാവധി ശിക്ഷ വിധിച്ച് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി. സമർത്ഥമായ കൊലയെന്നും പ്രായം പരിഗണിക്കാനാവില്ല എന്നും കോടതി. തെളിവ് നശിപ്പിച്ച അമ്മാവന് 3 വർഷം തടവ്. ഭാവഭേദമില്ലാതെ ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ് ഷാരോണിൻ്റെ കുടുംബം. ആർജിക്കർ ബലാത്സംഗ കൊലയിൽ ശിക്ഷാവിധി ഉടൻ. പരമാവധി ശിക്ഷ നൽകണമെന്ന് CBI. കുറ്റം ചെയ്തിട്ടില്ല എന്ന പ്രതി സഞ്ജയ് റോയ്. തന്നെ പെടുത്തിയതാണെന്നും കോടതിയിൽ പ്രതി. ഡൊണാൾഡ് ട്രംപിന് 2ാം ഊഴം. അമേരിക്കൻ പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. സ്ഥാനാരോഹണം ഇന്ത്യൻ സമയം രാത്രി 10:30. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ്. പാലക്കാട്ടെ മദ്യനിർമ്മാണശാലയ്ക്ക് മലമ്പുഴ ഡാമിലെ വെള്ളം നീക്കം പ്രഥമ പരിഗണന കാർഷിക വൃത്തിക്കെന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നു. ജനം ബ്രേക്കിംഗ്. ബ്രൂവറി നീക്കത്തിനെതിരെന്ന എലപ്പുള്ളി പഞ്ചായത്ത്. മന്ത്രി MB രാജേഷ് മദ്യക്കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് BJP. കഴിഞ്ഞ വർഷവും ജീവനെടുത്ത് കോവിഡ്. കൂടുതൽ കോവിഡ് മരണം കേരളത്തിൽ. 2024 66 പേർ മരിച്ചു. 5597 പേർക്ക് രോഗബാധ. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഹൃദയവാൽവിൽ 2 ബ്ലോക്കുകൾ. കാലുകളിൽ പ്രമേഹ മുറിവുകൾ ഉണ്ട് എന്നും റിപ്പോർട്ടിൽ. മുനമ്പം പ്രതിഷേധം 100ാം നാൾ. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ പിന്നോട്ടില്ല എന്ന് സമരസമിതി. BJP നേതാക്കൾ സമരപ്പന്തലിൽ. അങ്ങനെ ജനകീയ കേരളം കാത്തിരുന്ന വിധി പുറത്തു വന്നിരിക്കുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചു കോടതി. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തി എന്നതാണ് കേസ്. നടന്നത് ആസൂത്രിത കൊലപാതകമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും കോടതി നിരീക്ഷിച്ചു. അഭിഭാഷകന്റെ വാക്കുകളിലേക്ക്. വിധിയിൽ സംതൃപ്തരെന്നും തെളിയിക്കാനായതിൽ അഭിമാനിക്കുന്നുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പരമാവധി ശിക്ഷ കോടതിയിൽ നിന്നും ഉണ്ടായി എന്ന് കരുതുന്നതല്ലേ ശരി? ഇതിൽ കൂടുതൽ ഗ്രീഷ്മയ്ക്ക് ഇനി എന്ത് ശിക്ഷ നൽകാൻ? അങ്ങനെ തന്നെയല്ലേ ടിൻഡുദാസ്? തീർച്ചയായിട്ടും വിനോദ, ഈ മനസാക്ഷിയുള്ള കേരളം കാത്തിരുന്ന വാർത്ത തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. ഗ്രീഷ്മ, അതായത് സ്വന്തം കാമുകന് കഷായത്തിൽ വിഷം കലർത്തി അത് ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. വളരെ നിർണായകമായിട്ടുള്ളൊരു വിധി. ഈ വിധിയെ കാത്തിരുന്നത് കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തതും ഇങ്ങനൊരു വിധിക്ക് വേണ്ടി തന്നെയാണ്. ഈ വിധി തന്നെയാണ് ഒരുപക്ഷെ മനസാക്ഷിയുള്ള കേരളം കാത്തിരുന്നതുമെന്ന് നമുക്ക് പറയേണ്ടി ിരിക്കുന്നു. കാരണം ഗ്രീഷ്മ പലതവണ വാദിച്ച കാരണം തൻ്റെ പ്രായം, അതോടൊപ്പം തന്നെ താൻ അക്കാഡമിക്കലി മികവ് പുലർത്തുന്ന പെൺകുട്ടിയാണ്, അച്ഛനും അമ്മയുടെയും പ്രായം, അച്ഛനും അമ്മയ്ക്കും ഏകമകൾ, അച്ഛനും അമ്മയുടെയും വാർദ്ധക്യ കാലഘട്ടത്തിൽ നോക്കാൻ ആരുമില്ല, താൻ മാത്രമേ തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ച് അതിന് വാദിഭാഗം മുന്നോട്ട് വെച്ച വാദം
തന്നെ ഷാരോണിന് ജീവിതമുണ്ടായിരുന്നു, ഷാരോണിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഷാരോണിന് കുടുംബമുണ്ടായിരുന്നു. ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും പ്രായം ഒന്ന് തന്നെയാണ്. പ്രായത്തിൻ്റെതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഗ്രീഷ്മയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇന്ന് കോടതി, അതായത് ബഹുമാനപ്പെട്ട നീതിപീഠം അല്ലെങ്കിൽ ജഡ്ജ് അറിയിച്ചത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്നുണ്ടായത്. ഒരു പക്ഷേ തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതിയിലെ ജഡ്ജ് AM ബഷീർ പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ വധശിക്ഷാ വിധിയാണ് ഇന്ന് കഴിഞ്ഞത്. ആദ്യം വിഴിഞ്ഞം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് കൊലപാതകിക്ക് വധശിക്ഷ വിധിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ ഗ്രീഷ്മയുടെ കേസിൽ ഗ്രീഷ്മയ്ക്കും വധശിക്ഷ നൽകിയിരിക്കുന്നു. അപ്പോൾ വളരെ, അതായത് 90 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ടുള്ള കേസ് ക്രൈംബ്രാഞ്ച് ഏതാണ്ട് 84 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. 84 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ആ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം വന്ന ദിവസങ്ങളിൽ നടത്തിയ വിചാരണ ഇതിലെല്ലാത്തിലൂടെയും ഗ്രീഷ്മയ്ക്ക് നേടിക്കൊടുത്തത് തൂക്കുകയറെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 ഗ്രീഷ്മ ഷാരോണിനെ പരിചയപ്പെടുന്നതും ബസ്സിൽ വെച്ച് പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയമാകുന്നതും. ആ ഒരു വർഷത്തെ പ്രണയ കാലാവധിക്കുള്ളിൽ പുതിയൊരു കല്യാണ ആലോചന വരുന്നു. 84ാം സാക്ഷി, അതായത് കേസിലെ 84ാം സാക്ഷിയായിട്ടുള്ള പട്ടാളക്കാരനായിട്ടുള്ള യുവാവുമായിട്ട് വിവാഹാലോചന വരുന്നു. ഈ വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാനായിട്ട് തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്നൊരു കഥയുണ്ടാക്കി ആദ്യ ഭർത്താവ് ഷാരോണാക്കി മാറ്റുന്നു. തുടർന്ന് രഹസ്യമായിട്ട് ഷാരോണിനെ വീട്ടിൽ വിളിച്ച് താലി ചാർത്തിക്കുന്നു. തുടർന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതായത് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷവും ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് ഒക്ടോബർ മാസം 2022 ഒക്ടോബർ മാസം 14-ാം തീയതി ഷാരോണിന് ജ്യൂസിൽ വിഷം കലർത്തി കൊടുക്കുന്നതും അതിനുശേഷം 11 ദിവസം ഷാരോൺ മരണക്കിടക്കൽ, അതായത് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യായുസ് ഒരിക്കലും അനുഭവിക്കരുത് എന്ന് വിചാരിക്കണം, ഒരു പക്ഷേ ഒരു മനുഷ്യ ശരീരം ഒരിക്കലും സഹിക്കാത്ത രീതിയിലുള്ള വേദന അനുഭവിച്ചാണ് ഷാരോൺ മരിക്കപ്പെട്ടത്. അത് ശാരീരികമായും മാനസികമായിട്ടും വേദന അനുഭവിച്ചുകൊണ്ട് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നു. 14-ാം തീയതി വിഷമകത്ത് ചെല്ലുന്ന 25-ാം തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ 11 ദിവസം ഷാരോണ് ആന്തരിക അവയവങ്ങളും വായും പൊള്ളി ദ്രവിച്ച് അഴുകി പഴുത്ത നിലയിൽ ആശുപത്രി കിടക്കുന്നു. അവസാനത്തെ നിമിഷം ജനനേന്ദ്രിയത്തിൽ നിന്ന് പോലും അതീവ രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി. ശരീരഭാഗങ്ങളിലെ നീറിയ നീറ്റൽ കാരണവും വേദന കാരണവും ഡിലീരിയം എന്ന് പറയുന്ന സൈക്കാട്രിയിലെ അതിഭീകരമായിട്ടുള്ള അവസ്ഥ, മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ICUയിൽ കിടന്നുകൊണ്ട് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് തെളിയിക്കുന്ന 15 സാക്ഷിമൊഴികൾ, ഡോക്ടർമാരുടെ 15 സാക്ഷിമൊഴികളാണ് ജുഡീഷ്യറി മുമ്പാകെ വരുന്നത്. അതിൽ പ്രധാനമായത് പത്തോളജി വിഭാഗ മേധാവിയുടെ മൊഴിയായിരുന്നു. ഏതാണ്ട് നിരവധി തവണ ഷാരോൺ പച്ച നിറത്തിലുള്ള ദ്രാവകം ഛർദ്ദിച്ചിരുന്നു. അതായത് അതിന്റെ പ്രാഥമികമായിട്ട് ഡോക്ടർമാർ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു: കരള് ദ്രവിച്ച് പുറത്തു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ അതീവ വിഷം കരളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ പച്ച നിറത്തിൽ ഛർദ്ദിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാമ്പിൾ പരിശോധനയിലാണ് പാരാക്യൂട്ട് ഡൈക്ലോറൈഡ് എന്ന അതീവ രാസലായനി കടന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തിയത്. ഇതിന്റെ അന്വേഷണം പിന്നീട് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തെ അറിയിക്കുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ കഷായം കലക്കി കൊടുത്തു എന്ന് സമ്മതിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് നടുവേദനയ്ക്ക് വേണ്ടി തന്റെ അമ്മായി നൽകിയ കഷായം താൻ ഷാരോണിനും നൽകിയെന്നാണ് ആദ്യം നൽകിയ മൊഴി. അങ്ങനെ അമ്മായിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്ന സമയത്ത് അമ്മായി അത്തരത്തിലൊരു കഷായം കൊടുത്തിട്ടില്ല എന്നൊരു മൊഴി കൊടുക്കുന്നു. തുടർന്ന് ഗ്രീഷ്മ മൊഴി മാറ്റുന്നു. ഈ കഷായം നെയ്യാറ്റിൻകരയിലുള്ള പാറശാലയിലുള്ള ഒരു ആയുർവേദ ഷോപ്പിൽ നിന്നുമാണ് വാങ്ങിയതെന്ന് പറയുന്നു. അങ്ങനെ ആ കഷായം ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് 2 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കഷായത്തിന്റെ വിപണനം അവിടെ നിർത്തലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് കോടതിയിൽ വീണ്ടും പത്തോളജി വിഭാഗ മേധാവി മൊഴി കൊടുക്കുന്നു. അതായത് ഈ ശരീരത്തിന്റെ പുറമേ ഉള്ള ഒരു ഭാഗത്ത്, അതായത് ശരീരത്തിന് പുറത്തോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ എന്നും ഇത്തരത്തിൽ പാരാക്യൂട്ട് ഡൈക്ലോറൈഡ് എന്ന ക്യാപിറ്റ് എന്ന കമ്പനി പ്രതിപാദിക്കുന്ന പാരാക്യൂട്ട് ഡൈക്ലോറൈഡ് എന്ന രാസലഹരി അല്ലെങ്കിൽ രാസവസ്തു അല്ലെങ്കിൽ രാസകളനാശിനി പറ്റിയിട്ടില്ല. അത് ശരീരത്തിനുള്ളിൽ മാത്രമാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ബോധപൂർവം നിർബന്ധിച്ച് കുടിപ്പിച്ചതുമല്ല, ബോധപൂർവം അകത്ത് ചെന്നതാണ്, അല്ലെങ്കിൽ ആരോ ഉള്ളിലേക്ക് ബോധപൂർവം കഴിച്ചതോ ആരോ സ്നേഹത്തോടെ കൊടുത്തതോ കഴിച്ചതാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാപിറ്റ് എന്ന ഒരു രാസ കീടനാശിനിയുടെ കുപ്പി കണ്ടെത്തുന്നത്. ആ കുപ്പി കഴുകി കമിഴ്ത്തി വെച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനകളിലും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലും
ഇത്തരത്തിൽ വിഷത്തിൽ കലർത്തിയിരിക്കുന്നത് ഈ രാസകളനാശിനിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഒഡീഷയിലേക്ക് അന്വേഷണം പോകുന്നു. അവിടുത്തെ ക്യാപിക്കിന്റെ മേധാവികളെ കൊണ്ടുവരുന്നു. അവർ വന്ന് അന്വേഷണം നടത്തുന്നു. അവരുടെ വിദഗ്ധർ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന തെളിവുകളിൽ നിന്നൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഈ കേസിനെ പിടിച്ചു നിർത്തുന്ന ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ തരത്തിലും സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ നിർത്തിക്കൊണ്ട് അതിനെ സാധൂകരിക്കും, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ നിർത്തിക്കൊണ്ട് അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ മാത്രമല്ല, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഏറ്റവും കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നത് അതിന് വൈദ്യശാസ്ത്രപരമായിട്ടാണെങ്കിലും, അതിന് വിവരസാങ്കേതിക വിദ്യപരമായിട്ടാണെങ്കിലും, അതിന് മറ്റു ശാസ്ത്രീയ തെളിവുകളായിട്ടാണെങ്കിലും, കോൾ റെക്കോർഡുകളായിട്ടാണെങ്കിലും ഒക്കെ എല്ലാ മേഖലയിലും ശാസ്ത്ര തെളിവുകൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് കോടതിയും പറയുന്നുണ്ട്. കേരള പോലീസിന്റെ അന്വേഷണം അത് ശ്ലാഘനീയമാണ്. എല്ലാവിധ തെളിവുകളും അതിൽ കൃത്യമായി ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കേരള പോലീസിന് പ്രത്യേകം അഭിനന്ദനം കോടതി രേഖപ്പെടുത്തുന്നുമുണ്ട്. അത് മാത്രമല്ലല്ലോ ടിൻറ്റു, കോടതി പറഞ്ഞ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ടിൻറ്റു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിനിമയുടെ തിരക്കഥ പോലെ തന്നെയാണ് ഗ്രീഷ്മയുടെ ഈ കൊലപാതക നാൾവഴികൾ. ഒരു സിനിമയ്ക്ക് പോലും നാളെ ചിലപ്പോൾ ഒരു സിനിമ പോലും ആയേക്കാം. ആ ഒരു തരത്തിലാണ് ഗ്രീഷ്മ ഇത് ചെയ്തു വെച്ചത്. നമുക്കറിയാം, ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ ഷാരോൺ ഈ ഗ്രീഷ്മയെ വെറുത്തിരുന്നില്ല, ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിരുന്നില്ല. അഗാധമായ പ്രണയമായിരുന്നു ഷാരോണിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും പകയുടെ വലിയ ചാട്ടുളി അല്ലെങ്കിൽ പകയുടെ വിഷമായിരുന്നു ഗ്രീഷ്മയുടെ ഉള്ളിൽ. അങ്ങനെ തന്നെയല്ലേ കോടതിക്കും ബോധ്യപ്പെട്ടത്? അങ്ങനെ തന്നെയല്ലേ ടിൻറ്റു? തീർച്ചയായിട്ടും അതിവൈകാരികമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു കോടതി ഈ വിഷയങ്ങളെ പ്രതിപാദിച്ച്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ നോക്കിക്കണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് ഷാരോൺ വൈകാരികമായിട്ടും മാനസികമായിട്ടും ഒരു ബാധ്യതയായിരുന്നു. അതായത് കോടതി തന്നെ എടുത്തു ചേർത്ത്, അല്ലെങ്കിൽ കോടതി ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങിയത് ഇങ്ങനെയാണ്: ഗ്രീഷ്മയ്ക്ക് വൈകാരികമായിട്ടും മാനസികമായിട്ടും ഷാരോൺ ഒരു ബാധ്യതയായി തീർന്നു. ഈ ബാധ്യതയെ ഒഴിവാക്കാൻ വേണ്ടി തന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി എടുത്ത ആ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുകയാണ് ഗ്രീഷ്മ ചെയ്തത്. കാരണം ഗ്രീഷ്മ പല ഘട്ടങ്ങളിലും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. അപ്പോൾ കോടതി മുന്നോട്ട് വെച്ച വാദം ഇങ്ങനെയാണ്: ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ലൈസോൾ കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു? അതായത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു പെൺകുട്ടി, അക്കാഡമിക്കലി മികവ് തീർത്തുന്ന പെൺകുട്ടിക്ക് സകല കാര്യങ്ങളും ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് നടപ്പിലാക്കാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യയും ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് ലൈസോൾ ഉപയോഗിച്ചു എന്നൊരു വ്യക്തമായിട്ടൊരു ചോദ്യം, അതിപ്രസക്തമായിട്ടൊരു ചോദ്യം കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി, കേസിന്റെ അന്വേഷണങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ലൈസോൾ കഴിച്ചുകൊണ്ട് ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് ഗ്രീഷ്മ എത്തിയത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഷാരോൺ ഗ്രീഷ്മയെ അതിതീവ്രമായിട്ട് പ്രണയിച്ചിരുന്നു. അത് കോടതി എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഷാരോൺ ഗ്രീഷ്മയെ അതിതീവ്രമായി പ്രണയിച്ചിരുന്നു. തന്നെക്കാളുപരി ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ അവസാനത്തെ നിമിഷം, മാനസിക വിഭ്രാന്തിയുടെ അവസാനത്തെ ഘട്ടമായ ഡിലീരിയം എന്ന അവസ്ഥയിൽ പോലും ഈ ഗ്രീഷ്മയെ സംശയിക്കാനോ, ഗ്രീഷ്മയാണ് തനിക്ക് ഇത്തരത്തിലൊരു വിഷം കലർത്തി തന്നതെന്നോ വിശ്വസിക്കാൻ ഷാരോണിന് കഴിഞ്ഞില്ല. അത്തരത്തിൽ ചതിയിലൂടെ ഷാരോണിനെ തൻ്റെ പ്രണയം വിശ്വസിപ്പിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ പ്രായം. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഷാരോണിനും കുടുംബമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രായത്തിൻ്റെ ആനുകൂല്യം നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ പ്രണയമെന്ന വികാരത്തെ, സ്നേഹമെന്ന വികാരത്തെ കൊന്നുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വാദിഭാഗം തന്നെയാണ് മുന്നോട്ടിട്ടത്. ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഷാരോണിനെ അല്ല, ഷാരോണിന്റെ പ്രണയത്തെയാണ്. അല്ലെങ്കിൽ സ്നേഹമെന്ന വികാരത്തെയാണ് ഗ്രീഷ്മ തൻ്റെ കുടില ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മുന്നേ തന്നെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്വഭാവം ഗ്രീഷ്മ കാണിച്ചിരുന്നില്ല എന്നാണ്. അത് എങ്ങനെ പറയാൻ പറ്റുമെന്നും കോടതി ചോദിക്കുന്നു. കാരണം നിരവധി തവണ ഷാരോണിനെ മന്ദം ഷാരോണിനെ മരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരവധി തവണ പാരാസെറ്റമോൾ കൊടുത്തുകൊണ്ട്, ജ്യൂസിൽ പാരാസെറ്റമോൾ കലക്കി കൊടുത്തുകൊണ്ട് ഗ്രീഷ്മ
കൊലപാതകത്തിന് ശ്രമിച്ചിരുന്നു. പാരാസെറ്റമോൾ കലക്കി കൊടുക്കുന്നത് പനിക്ക് വേണ്ടിയല്ലല്ലോ എന്നാണ്, പനി ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലല്ലോ എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കോടതി ഈ വിഷയത്തെ അല്ലെങ്കിൽ അതിവൈകാരികമായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. കാരണം പ്രണയം എന്ന വികാരത്തെ ആരും ചെയ്യാത്ത രീതിയിൽ കൊലപ്പെടുത്തിയ, നിസ്സാരമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ കൃത്യമായ കോടതിയുടെ വിധിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരണമാണ് ടിൻഡുദാസ് നൽകിയത്. നമുക്ക് അട്ടക്കുളങ്ങര വനിതാ ജയിലിൻ്റെ മുമ്പിൽ നിന്നും ശാലിനി കൂടി ചേരുന്നു. ശാലിനി, കോടതി വിധിക്ക് ശേഷം ഈ പ്രതിയെ ഗ്രീഷ്മയെ ഈ ജയിലിലേക്ക് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും പറയുന്നത് ഗ്രീഷ്മയ്ക്ക് ഒരു ഭാവഭേദവും കോടതിയിൽ വെച്ചുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മാനസികാവസ്ഥ തന്നെ, ഷാരോണിനെ കൊന്നതിൻ്റെ ആ മാനസികാവസ്ഥയിൽ തന്നെ അവർ തുടരുന്നു എന്ന് വേണോ കണക്കാക്കാൻ? അത് മാത്രമല്ല, ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകർ എന്താണ് പറയുന്നത്? ഇനിയും മേൽക്കോടതിയിൽ അപ്പീലിന് പോകാനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ടോ? ശാലിനി. വിനോദ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാതിൽ, ഈ പ്രധാന കവാടം, ഈ കവാടത്തിനകത്ത് ഒരു 24-കാരിയുണ്ട്. ആ 24-കാരിയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷേ സാംസ്കാരിക മണ്ഡലത്തിൽ മാത്രമല്ല, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊല നടത്തിയ ഒരു യുവതി, ഒരു പെൺകുട്ടി ഈ ഗേറ്റിന് അകത്തുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഷാരോൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മയെ ഈ ജയിലിലേക്ക്, അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ജയിലിനുള്ളിലേക്ക് ഗ്രീഷ്മയെ മാറ്റിയിരിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മുഖഭാവങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ പൂർണ്ണമായും മുൻപൊക്കെ കോടതിക്ക് മുൻപാകെ എത്തിയപ്പോൾ എങ്ങനെയായിരുന്നോ ഗ്രീഷ്മ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ തന്നെ യാതൊരു രീതിയിലുള്ള കൂസലും ഇല്ലാതെയുള്ള ഒരു ഗ്രീഷ്മയെ തന്നെയാണ് ഇന്ന് ഇതിനുള്ളിലേക്ക് കയറ്റിയപ്പോഴും നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്ന 2 വാഹനങ്ങൾ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ നിന്നും ഗ്രീഷ്മയെ എത്തിച്ച വാഹനങ്ങളാണ് നമ്മൾ കാണുന്നത്. നെയ്യാറ്റിൻകര പോലീസിന്റെ വാഹനം മുൻപിലുണ്ട്, തൊട്ടു പിന്നിലായി പോലീസിന്റെ ട്രാവലറുണ്ട്. ഈ ട്രാവലറിനകത്താണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുവന്ന് ജയിലിനുള്ളിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇനി ഏകാന്തവാസമാണ്, ഇതിനുള്ളിലാണ് ഇനി ഗ്രീഷ്മ ഉണ്ടാവുക. ഇതിന് പുറത്തേക്ക് ഗ്രീഷ്മ ഇനി ഒരു പുറം ലോകം കാണുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം 23 വയസ്സുകാരൻ ഒരു യുവാവിനെ ഇഞ്ചിഞ്ചായി കൊന്ന, ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കി കൊന്ന ഒരു പെൺകുട്ടി ഒരു മനസ്താപവും ഇല്ലാതെ ഇന്ന് ഈ ജയിലിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്നത് ഈ വിധിക്കെതിരെ, വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ മുഖേന നടക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഹൈക്കോടതിയിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും അടക്കം പോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും പൈശാചികമായ ഒരു കൊല നടത്തി യാതൊരു രീതിയിലുള്ള മനസ്താപമില്ലാത്ത, മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസിന്റെ നിർണായകമായ വിധി ദിനമായിരുന്നു എന്നുള്ളത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ ഈ വിധി പറയുമ്പോൾ ഇരു കൈകളും കൂപ്പി പൊട്ടിക്കരയുന്ന ഒരു അച്ഛനെയും അമ്മയും നമുക്ക് കോടതിക്കുള്ളിൽ കാണാൻ കഴിഞ്ഞു. സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരന് നീതി തേടാനായി, നീതി ലഭ്യമാക്കാനായി കഴിഞ്ഞ 2.5 വർഷമായി പ്രയത്നം നടത്തിയ ഒരു സഹോദരനെ നമ്മൾ അവിടെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ ജനം ടിവിയോട് അടക്കം സഹോദരൻ ഷിമോൻ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു മാതൃകാപരമായ നടപടി, ഒരു വധശിക്ഷയിൽ കുറഞ്ഞൊന്നും കുടുംബം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ സഹോദരന്റെ, അനിയന്റെ വിയോഗ വാർത്ത ചെവികളിലേക്ക് എത്തിയപ്പോൾ ആ കുടുംബം അനുഭവിച്ച വേദന, ഇഞ്ചിഞ്ചായി സ്വന്തം സഹോദരൻ ഇല്ലാതാകുമ്പോൾ അനുഭവിച്ച വേദന, അത് കണ്ടു നിന്ന ഒരു പയ്യന്റെ, ഒരു യുവാവിന്റെ ഒക്കെ രോദനം നമ്മളവിടെ കണ്ടതാണ്. അതെല്ലാം മനസ്സിലാക്കി ഒരു ദൈവദൂതൻ ഇറങ്ങി വന്ന് ന്യായാധിപന്റെ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. അതായിരുന്നു ഇന്ന് AM ബഷീറിലൂടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജിയിലൂടെ തങ്ങൾ കണ്ടത് എന്നുള്ളതാണ് ഷാരൂണിന്റെ അച്ഛനും അമ്മയും ഒക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത്. അവർ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന കാഴ്ചകൾ നെയ്യാറ്റിൻകര കോടതി വളപ്പിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും വിധി ഔദ്യോഗികമായി വന്നിരിക്കുന്നു. മെഡിക്കൽ പരിശോധന അടക്കം, വൈദ്യപരിശോധന അടക്കം ഫോർട്ട് ആശുപത്രിയിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രധാന കവാടം തുറന്ന് ഇതിനുള്ളിലേക്ക് ഗ്രീഷ്മ പോയിട്ടുള്ളത്. എന്തായാലും 2 വർഷം, 2022 ഒക്ടോബർ 14-ാം തീയതി നടന്നൊരു സംഭവം, അസ്വാഭാവിക മരണമെന്നൊക്കെ പറയപ്പെട്ട് മാറിയ ഒരു മരണം പിന്നീട് നിർണായകമായ വഴിത്തിരിവിലൂടെ അതൊരു കൊലക്കേസായി മാറുന്നു. അതും പ്രിയതമയായി താലി കെട്ടിയ ഒരു പെണ്ണ് തന്നെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്നെ സ്വന്തം ഭർത്താവെന്ന് രേഖാമൂലമല്ല എങ്കിൽ പോലും താലി കെട്ടിയ ഭർത്താവിനെ ഇല്ലായ്മ ചെയ്തൊരു കഥ. ഒരു പക്ഷേ
മനുഷ്യ മനസാക്ഷി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കേസ്. ആ കേസിന്റെ സുപ്രധാനമായ ഒരു ദിവസം കൂടിയായിരുന്നു. ശാലിനി തുടരണം, നമ്മൾക്ക് ഒരു ഇടവേള ആവശ്യമായി വന്നിരിക്കുന്നു. അതിനുശേഷം ശാലിനിയിലേക്ക് തന്നെ മടങ്ങി വരാം. ശാലിനി, അപ്പോൾ ഒരു കാര്യം കൂടി, ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ അതിൽ കൂടി ഒരു വിശദീകരണം, അതായത് ഇനി എന്താണ് ഗ്രീഷ്മയുടെ തുടർ നിയമപരമായ നീക്കങ്ങൾ എന്താണ്, അതുകൂടി അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 500 പേജിന് മുകളിലുള്ള കുറ്റപത്രമാണ് ജഡ്ജി ഇന്ന് കോടതിയിൽ വായിച്ചത്. നമുക്കറിയാം ആ ജഡ്ജിക്കും മകനും മകളുമൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും മാനുഷികപരമായ എല്ലാ പരിഗണനയും വെച്ചാണ് ഈ ഒരു ശിക്ഷാവിധി നടപ്പാക്കിയത് എന്നുകൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും. ശാലിനി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രീഷ്മയുടെ ഇനി അടുത്ത നീക്കം എന്താണ്? അപ്പീൽ പോയി ഈ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കങ്ങളായിരിക്കുമോ ഇനി ഗ്രീഷ്മയും അല്ലെങ്കിൽ ഗ്രീഷ്മയോട് ചേർന്നുള്ള അഭിഭാഷകരും നടത്തുക? ശാലിനി. വിരോധ സ്വാഭാവികമായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ കേസിന്റെ കഴിഞ്ഞ ദിവസം അന്തിമവാദം നടക്കുമ്പോഴൊക്കെ പ്രോസിക്യൂഷനും ഒപ്പം കൂടാതെ പ്രതിഭാഗം അഭിഭാഷകനും ഒക്കെ വാദിച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം, തെറ്റ് പറ്റിപ്പോയി അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, അപ്പോൾ ഇനി ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ 10 വർഷത്തിൽ താഴെയുള്ളൊരു ശിക്ഷ കൊടുക്കുക, ഒരു തിരികെ ജീവിതത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം കോടതി നൽകുക എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ അന്ന് അഭിഭാഷകൻ വാദിച്ച ആ കാര്യങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കുന്നതായിരുന്നില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി കേട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കോടതി വിധി വന്നിട്ടുള്ളത്. പക്ഷേ ഇനി നമ്മൾ കാണേണ്ടത് 2 സാധ്യതകളാണ്. ഒന്ന്, അഭിഭാഷകൻ മുഖേന ഇത് ഒരു അപ്പീലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജീവപര്യന്തമോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ശിക്ഷയോ നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കുക, കോടതിയുടെ മുൻപാകെ സമീപിക്കുക എന്നുള്ളതാണ്. അതിന് എങ്ങോട്ടേക്കായിരിക്കും എന്നതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറുഭാഗത്ത് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ കോടതി വിധിയുമായി മുന്നോട്ട് പോകുന്നതാണ്. അതെന്തായാലും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ സ്വീകരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഗ്രീഷ്മയുണ്ട്. ഏകാന്തവാസമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതി മുൻപാകെ തെളിയുന്നു. സാഹചര്യ തെളിവുകൾ 42-ലധികം വരുന്ന സാക്ഷിമൊഴികളും തെളിവുകളും ഒപ്പം തന്നെ പ്രതിശുദ്ധ വരനടക്കം, അതായത് ഗ്രീഷ്മയെ വിവാഹാലോചന നടത്തി അല്ലെങ്കിൽ നിശ്ചയം നടത്തിയ യുവാവ് 84ാം സാക്ഷിയായി ഈ കേസിന് സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഈ 550 പേജുകളുള്ള കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. വിശദമായ കുറ്റപത്രമാണ് കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ, ഫോൺ സംഭാഷണങ്ങൾ, ഇതടക്കമുള്ള എല്ലാ രേഖകളും, എല്ലാ പഴുതടച്ച അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ കണ്ടെത്തലുകൾ, ഒപ്പം തന്നെ പാത്തോളജി വിഭാഗം അടക്കമുള്ള ഉന്നത ഡോക്ടർമാർ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, ആന്തരിക അവയവങ്ങൾ ഇഞ്ചിഞ്ചായി ദ്രവിച്ച് ഒരു യുവാവ് ഇല്ലാതാകുന്നു. പല ഘട്ടങ്ങളിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തിരുത്താനുള്ള അവസരം ഗ്രീഷ്മയ്ക്ക് മുൻപാകെ ഉണ്ടായിരുന്നു. ഒക്ടോബർ 14-ാം തീയതി 2022 ഈ ദ്രാവകം, അതായത് കീടനാശിനി നൽകിയതിന് ശേഷം, പച്ച ദ്രാവകം ഛർദ്ദിച്ചതിന് ശേഷം യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അതിനുശേഷം ആന്തരിക അവയവങ്ങൾക്ക് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുന്നു. അന്നേരം ഒരു രീതിയിലും സംശയത്തിന്റെ നിഴലിൽ വരാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും അഭിനയവും ഒക്കെയാണ് ഗ്രീഷ്മ കാഴ്ചവെച്ചത്. ആ ഘട്ടത്തിൽ ഒരിക്കലും പറഞ്ഞിരുന്നില്ല താൻ വിഷം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകിയ വിഷം ഇതാണ്, കളനാശിനിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ മറുമരുന്ന് നൽകി അത്യാധുനിക സംവിധാനത്തിലുള്ള ചികിത്സ നൽകി ഒരു പക്ഷേ ആ യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ നീണ്ട 11 ദിവസമാണ് ആന്തരിക അവയവങ്ങൾ നശിച്ച് അത് ദ്രവിച്ച് ഇല്ലാതായി, വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ, അന്തിശ്വാസം വലിക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം ഉള്ളിലേക്ക് ചെല്ലാൻ കഴിയാതെ ഇഞ്ചിഞ്ചായി മരിച്ചൊരു യുവാവിന് നീതി നൽകിയതാണ് AM ബഷീറിലൂടെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് 2ാം വധ ശിക്ഷയാണ് അദ്ദേഹം വിധിക്കുന്നത്. അത് രണ്ടും ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ തന്നെയാണ്. ഇന്നത്തെ ഈ കേസ് പരിഗണിക്കുകയാണെങ്കിൽ AM ബഷീറിന്റെ പ്രായം വെച്ച് നോക്കി അദ്ദേഹത്തിനും ഇതേ പ്രായത്തിലുള്ള മകനുണ്ടാകാം, മകളുണ്ടാകാം. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സാഹചര്യ തെളിവുകളുടെ കൃത്യമായ അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായി ഈ ഒരു കൃത്യമായ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ കോടതി വിധി വായിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 3ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി 3ാം പ്രതിയാണ്. 10 വർഷം തടവ്, 50,000 രൂപ പിഴയടക്കം അദ്ദേഹത്തിന് കൂടി നൽകുന്നുണ്ട്. പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, സഹോദരി പുത്രിയാണ് അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, വിദ്യാസമ്പന്നയാണ്. ആ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തേണ്ട അമ്മാവൻ അല്ലെങ്കിൽ മാമൻ, അദ്ദേഹമാണ് ഈ തെറ്റിന് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ. ആ തെറ്റിന്റെ കൂടി ഫലമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ള ഈ 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും കഠിന
തടവും ശിക്ഷയും വിധിച്ച് ഒരു ഭാഗത്ത് അമ്മാവൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ മറുഭാഗത്ത് ഒരു ഒറ്റ മുറിക്കുള്ളിൽ ഏകാന്ത ജീവിതത്തിലേക്ക് ഗ്രീഷ്മയെ തള്ളപ്പെടുകയാണ്. വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്ത അങ്ങേയറ്റം ദ്രോഹം, മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം. ഒരുപക്ഷെ ചെകുത്താനെ പോലെ, പ്രോസിക്യൂഷൻ പറഞ്ഞൊരു വാക്കാണ്, ചെകുത്താനെ പോലെയാണ്, ചെകുത്താൻ്റെ രീതിയിലാണ് വളരെ പൈശാചികമായി ഗ്രീഷ്മ പെരുമാറിയത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യ സ്ത്രീക്കോ ഒരു മനുഷ്യനോ ഒരു മനുഷ്യാത്മാവിനോ ചെയ്യാൻ കഴിയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചെകുത്താൻ, മൃഗങ്ങൾ പെരുമാറുന്നതിന് സമാനമായ രീതിയിൽ ചെകുത്താന്റെ രീതിയിലൊക്കെയാണ് ഗ്രീഷ്മ പെരുമാറിയത് എന്ന് പറയുമ്പോൾ കേരള ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു കേസ്, ആ കേസിൽ അതിനിർണായകമായ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്നാലും ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് അഭിഭാഷകൻ, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ ഏത് തരത്തിൽ നീങ്ങുമെന്നുള്ളതാണ്. കോടതിയിൽ നിന്നും ഈ ഒരു രേഖകളും ഇത് വിധിയുടെ ഉത്തരവും പകർപ്പും ഒക്കെ ലഭിച്ചതിന് ശേഷം എന്ത് നടപടിയിലേക്ക് ഇനി ഗ്രീഷ്മയുടെ അഭിഭാഷകൻ അങ്ങനെ തന്നെയാണ്. ഇനി ഗ്രീഷ്മയുടെ നീക്കം എന്താണ്? ഈ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കങ്ങളായിരിക്കാം വിദ്യാസമ്പന്നയായ ചെറുപ്പക്കാരി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ കൊലപാതകം, താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ ഏറെ സ്നേഹിച്ച, തന്നെ ഹൃദയത്തോളം സ്നേഹിച്ച തൻ്റെ കൂട്ടുകാരനെ ഇഞ്ചിഞ്ചായി അത് കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുന്നു എന്നുള്ളത് സിനിമയിൽ പോലും നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള കൊലപാതകം നടത്തിയ പ്രതിയാണ് ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്കാണ് അർഹിക്കുന്ന ശിക്ഷാവിധി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളാണ് ടിൻറ്റു ദാസ് കോടതിയിൽ നിന്നും അതേപോലെ തന്നെ ശാലിനി അട്ടക്കുളങ്ങര വനിതാ ജയിലിന് മുമ്പിൽ നിന്നും നൽകിയത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ഇന്ന് ചുമതലയേൽക്കും. ദി ട്രംപ് ഇനാഗുറേഷൻ. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും. അതിശൈത്യമായതിനാൽ ചടങ്ങുകൾ പ്രത്യേക മന്ദിരത്തിനകത്താണ് നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഭാരതത്തെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുക. അർജന്റീനിയൻ പ്രസിഡന്റ് ഹാവിയർ മിലെ, ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്, ഇലോൺ മസ്ക്, ആമസോൺ മേധാവി ജെഫ് ബെസോസ്, മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് തുടങ്ങി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിദേശ നേതാക്കളെ ക്ഷണിക്കുന്ന പതിവ് നേരത്തെ US-നുണ്ടായിരുന്നില്ല. നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് സ്വാഭാവികമായും പങ്കെടുക്കുക. അതിനാലാണ് ഇത്തവണ ഈ മാറ്റം വരുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഡൊണാൾഡ് ട്രംപ് എല്ലാ അവസ്ഥയിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഈ പറഞ്ഞ പ്രസിഡന്റായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് മുതൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ രൂപീകരിച്ചതടക്കം പുതിയ മുഖം, അമേരിക്കൻ പ്രസിഡന്റിന് പുതിയ മുഖം. പക്ഷേ അദ്ദേഹം 2ാം തവണയാണ് പ്രസിഡന്റ് ആവുന്നത്. ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റോൾസിൽ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയും ചെയ്യും. 2 ലക്ഷത്തോളം പേർ നഗരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ എത്തുമെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പുറത്തു വരുന്നത്. മാത്രമല്ല 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അത് നമുക്കറിയാവുന്നതാണ്, കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ സംബന്ധിച്ചുമെല്ലാം തന്നെ നിരവധിയായ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുകൾ ഉണ്ടാകുമെന്ന്, വളരെ കൃത്യമായ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അതായത് ബൈഡൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച പല തെറ്റായ തീരുമാനങ്ങളും പിൻവലിക്കുന്നതുൾപ്പെടെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നു. അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇന്നും നാളെയുമായി പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓഫീസിലെത്തിയ ആദ്യ ദിനം തന്നെ അദ്ദേഹം നടപ്പാക്കുന്ന നിരവധി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കുടിയേറ്റക്കാരുടെ വിഷയം. അതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് അവിടെ പൗരത്വം നൽകുന്ന വിഷയം, അതായത് അനധികൃത കുടിയേറ്റക്കാരെന്നല്ല, അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുകയും അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ കഴിയുന്നവരുടെ, അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമം റദ്ദാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും നികുതി ചുമത്തുക, അത്തരത്തിലുള്ള നിരവധിയായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷേ ഇതെല്ലാം തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ, അതായത് ഈ 20നും 21നും ഉള്ളിൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറത്തു വരുമെന്നാണ് പറയുന്നത്. അത് അമേരിക്കയെ സമഗ്രമായി മാറ്റിമറിക്കുന്നതിനുള്ള
ഒരു നീക്കം തന്നെയായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. നാളിതുവരെ അമേരിക്ക തുടർന്നു പോന്നിരുന്ന പല നയങ്ങളും പൊളിച്ചെഴുതുന്ന ഒരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് തീവ്രവാദ വിരുദ്ധ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ നിലപാട് അതിശക്തമായി നടപ്പാക്കുന്നതിനുള്ള കൃത്യമായ നീക്കങ്ങൾ, പല്ലും നഖവുമുള്ള നിയമങ്ങളുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശിൽ നടന്ന ന്യൂനപക്ഷ പീഡനത്തിനെതിരെ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന വിഷയങ്ങൾ, ലോകമെമ്പാടും നടക്കുന്ന വിഷയങ്ങൾ, പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ ഭാരതത്തിന് വളരെയധികം അനുകൂലമായ നിലപാടുകൾ ട്രംപ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഓരോ രാജ്യങ്ങളും, ഭാരതം മാത്രമല്ല ഓരോ രാജ്യങ്ങളും തങ്ങൾക്ക് അമേരിക്കയുമായി പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെയെല്ലാം തന്നെ നിലനിർത്തുന്നതിന് കർശനമായ ആശയാടിത്തറകളുള്ള നിലപാടുകൾ സ്വീകരിക്കും ട്രംപ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം നീക്കങ്ങൾ കൃത്യമായി ഉണ്ടാകുമെന്ന് തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ അറിയിപ്പുകളുണ്ടായിരുന്നു. ടോം ഹോമൻ എന്ന് പറയുന്ന ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ട്രംപിൻ്റെ ടീമിലെ ആ വ്യക്തി ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. 21-ാം തീയതി, അതായത് നാളെ, ഈ അനധികൃത കുടിയേറ്റക്കാരുടെ റെയ്ഡ് നടക്കുമെന്നാണ് അറിയിച്ചത്. അത് കൃത്യമായ റെയ്ഡുകൾക്ക് തയ്യാറായിരിക്കുക. കസ്റ്റംസിൻ്റെയും അതുപോലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായി നീക്കങ്ങൾ നടത്തുമെന്ന് വളരെ കൃത്യമായി ആ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന വിഭാഗം നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഒന്നൊന്നായുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭരണം സംബന്ധിച്ച പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകും. അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ മേഖലകളിലും ഭാരതീയ വംശജർ ഉൾപ്പെടെയുള്ള വലിയൊരു ടീം അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്നു മുതൽ അമേരിക്കയുടെ മാറ്റങ്ങൾക്ക് സാക്ഷിയാകാൻ ലോകം തയ്യാറായിരിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടിയേറ്റക്കാരുടെ വിഷയവും അമേരിക്കയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ചില നിലപാടുകൾ കൊണ്ട് അമേരിക്കയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് അധികാരത്തിലേറുകയാണ് അദ്ദേഹം. വൈറ്റ് ഹൗസിലെത്തുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നിലപാടുകൾ, തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ, അതുപോലെ തന്നെ ലോകത്തെ കൃത്യമായ ഒരു ദിശാബോധത്തിലേക്ക് നയിക്കുന്നതിനുള്ള നിലപാടുകൾ, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിലപാടുകൾ, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ നടപ്പാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, പുതിയ മുഖം സ്വീകരിക്കുകയാണ് അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നതോടെ അത്തരത്തിലുള്ള പുതിയ നയസമീപനങ്ങളും പുതിയ മാറ്റങ്ങളും ഒക്കെ തന്നെ അമേരിക്കയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നേരത്തെ ഐസൻ ജോസ് പറഞ്ഞ പോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ കർശനമായി നടപ്പാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റ വിരുദ്ധ നയമാകും നടപ്പാക്കുക എന്നും ട്രംപ് വാഷിംഗ്ടണിൽ നടന്ന റാലിയിൽ വ്യക്തമാക്കി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തും. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വിജയ ആഘോഷ റാലിയിൽ വ്യക്തമാക്കി. ട്രംപിൻ്റെ വാക്കുകളിലേക്ക്. Imagine how anybody could be for these things of, think of it, open borders, prisons and mental institutions, men playing in women's sports, transgender for everyone, transgender. And very soon we'll begin the largest deportation operation in American history, larger even larger than President Dwight Eisenhower, who has the record right now. People in our country that are probably worse that we allowed in. But we will quickly reestablish control of our sovereign territory and borders. We will expel every single illegal alien, gang member, and migrant criminal operating on American soil and remove the savage gang Tren de Aragua from the United States. കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകൾ. അതുകൂടാതെ ഐസൻ ജോസ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾക്ക് അറിയാം, ഈ ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ, അവിടെ വെടിനിർത്തലിൻ്റെ പുതിയ അധ്യായങ്ങൾ അവിടെ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപ് പറയുന്ന വാക്കുകൾ അത് നടപ്പാകുന്ന രീതിയിൽ നിന്ന് തന്നെയല്ലേ പശ്ചിമേഷ്യയിലെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളെ നമ്മൾക്ക് വിലയിരുത്തേണ്ടത്? ഐസൺ. തീർച്ചയായും വിനോദ്, പശ്ചിമേഷ്യയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നടപ്പാകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇന്നലെ ആദ്യഘട്ടം ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമായത്. അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി അവർ ആശുപത്രിയിലും അത്തരത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ അവർ അവരുടെ നാട്ടിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അവരുടെ മോചനം സാധ്യമായിരിക്കുന്നു. 3 ബന്ദികളുടെ മോചനം സാധ്യമായിരിക്കുന്നു. ഇനിയും ബന്ദികളുടെ മോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ബന്ദികളുടെ മോചനം താൻ അധികാരമേൽക്കുന്നതിന് മുൻപ് നടന്നില്ലെങ്കിൽ വലിയ ആഘാതം
പ്രത്യാഘാതങ്ങൾ ഹമാസ് നേരിടേണ്ടി വരുമെന്നാണ്. ആ നിലപാട് വളരെ കൃത്യമായി അറിയിച്ചതോടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ അതിനോട് പ്രതികരിക്കുകയും ബെഞ്ചമിൻ നെതന്യാഹു പ്രതീക്ഷയുണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷയുണ്ട് എന്ന നിലപാടുകൾ പുറത്തു വരികയും ചെയ്തത്. അത്തരത്തിൽ നിലപാടുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും മധ്യസ്ഥ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകളുണ്ടായി. നേരത്തെ ഖത്തർ ഈ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറിയിരുന്നു. ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ പിന്മാറിയ സാഹചര്യത്തിൽ നിന്നും മാറി ഖത്തർ വീണ്ടും ഈ പ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. തുടർന്ന് അവർ ഖത്തറിലേക്ക് ഹമാസിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി തുടർ നടപടികൾ നീങ്ങി. അതുപോലെ തന്നെ ഇന്നലെ തൊട്ടു മുമ്പുള്ള ദിവസം, അത് 18-ാം തീയതിയോടുകൂടി ഇസ്രായേലി പ്രതിരോധ സേന ഖത്തറിലെത്തി ഈ സമാധാന ധാരണ ഒപ്പുവെക്കുകയായിരുന്നു. അതിന് നേരത്തെ അനുമതിയെല്ലാം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ട്രംപിന് സാധിച്ചു ആ അന്ത്യശാസനത്തിലൂടെ എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു ഭരണപരമായ അല്ലെങ്കിൽ ഒരു ധിഷണാപരമായ ഒരു നടപടിയുടെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച അതേ സാഹചര്യം തന്നെ യുക്രൈനിലും നിലനിൽക്കുന്നു. യുക്രൈനിൽ റഷ്യൻ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന ഒരു സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നുവെങ്കിൽ കൂടി നിലവിൽ ആ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതീക്ഷയോടെ തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 400-ലേറെ യുക്രൈൻ യുദ്ധം 2 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുകയാണ്. 1000 ദിവസം കടന്നുപോയൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ 400 ദിവസം കടന്നുപോയൊരു സാഹചര്യമായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്. ഈ 2 യുദ്ധങ്ങളിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സാങ്കേതികമായെങ്കിലും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നു. മാത്രമല്ല പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, പശ്ചിമേഷ്യയിലെ പല ഭീകര സംഘടനകളുണ്ട്. ഹമാസ് ഉണ്ട്, ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് ഗാർഡ്സ് റെവല്യൂഷണറി ഫോഴ്സസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇറാനിലുമൊക്കെ ഇറാൻ കേന്ദ്രീകരിച്ചും ഇറാഖ് കേന്ദ്രീകരിച്ചും ഇറാൻ്റെ പിന്തുണയോടെയൊക്കെ പ്രവർത്തിക്കുന്ന പ്രോക്സി സംഘടനകൾ നിരവധിയായുണ്ട്. ഈ പ്രോക്സി സംഘടനകളെ ഒന്നൊന്നായി ഒഴിവാക്കാനുള്ള നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉൾപ്പെടെ പൂർവ്വസ്ഥിതിയിലാക്കാനും അത് ലോകത്തെ തന്നെ ഒരു സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയിലേക്കെല്ലാം തന്നെ അതിൻ്റെ നേട്ടം ലോകത്തിന് മുഴുവൻ ഉണ്ടാകുന്ന ഒരു സാധ്യതയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിരവധിയായ അന്തർദേശീയ വിഷയങ്ങളിലെ കർക്കശവും കൃത്യവുമായ നിലപാട് ട്രംപ് കൈക്കൊണ്ടു എന്ന് തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ അധികാരമേൽക്കൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമായി മാറുന്നത്. അതെ, തൻ്റെ വാക്കുകൾ കർക്കശവും അതേപോലെ തന്നെ അത് കൃത്യതയോടുകൂടിയും ലോകത്ത് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളുമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ട്രംപ് അധികാരമേൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്ന സമാധാനത്തിൻ്റെതായ കാറ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികരണമായി നമുക്ക് കാണുകയും ചെയ്യാം. കൃത്യമായ വിവരങ്ങളാണ് പുതിയ പ്രസിഡന്റ് ചുമതല ഏൽക്കുന്നതിനെ പറ്റി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകിയത്. ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കാണ് സ്ഥാനാരോഹണം നടക്കുക. അതിൻ്റെ സമഗ്ര കവറേജ് ജനൻ ടിവിയുടെ മറ്റു വാർത്തകളിലും ഉണ്ടാകും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് വെള്ളം നൽകാൻ ഒരുങ്ങുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന്. ഡാമിലെ വെള്ളം കാർഷിക വൃത്തിക്കും കുടിക്കാനും നൽകുന്നതിന് പ്രഥമ പരിഗണന വേണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കെയാണ് വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത്. കമ്പനി അധികൃതരും പ്രദേശത്തെ ജനപ്രതിനിധികളോട് പറഞ്ഞിരിക്കുന്നത് വാട്ടർ അതോറിറ്റി വഴി ഉള്ള വെള്ളമാണ് മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നതാണ്. പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകി മറ്റു നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മദ്യനിർമ്മാണത്തിന് പ്രധാനമായും വേണ്ട വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും നൽകാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. വാട്ടർ അതോറിറ്റി വഴി ലഭിക്കുന്ന വെള്ളം മാത്രമായിരിക്കും മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നും ഭൂഗർഭജലം എടുക്കില്ല എന്നുമാണ് കമ്പനി അധികൃതർ പ്രദേശവാസികളോട് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ട് പറഞ്ഞത് അതന്നെ, വെള്ളം ഞങ്ങൾ ഗ്രൗണ്ട് വാട്ടർ ഒരിക്കലും എടുക്കില്ല, ജലചൂഷണം ചെയ്യാത്ത കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എവിടെ നിന്ന് ഈ വെള്ളം ഉപയോഗിക്കുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഞങ്ങൾ സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫണ്ട് ഉപയോഗിച്ച് പൈപ്പ് ലൈൻ ഇട്ടിട്ട് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ 2.5 ഏക്കർ സ്ഥലത്ത് ഞങ്ങളൊരു കുളം കുഴിച്ച് അതിൽ മഴവെള്ളം സ്റ്റോർ ചെയ്ത് അതും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഡാം വെള്ളം ഞങ്ങൾ ഉപയോഗിക്കില്ല. വാളയാർ കനാലാണ് ഞങ്ങളുടെ കൃഷിക്കുള്ള. ഞാനൊരു കൃഷിക്കാരനാണ്. ഇവിടെ ഈ ഭാഗത്ത് എനിക്ക് 5 ഏക്കർ കൃഷിയുണ്ട്. അപ്പോൾ അതിലേക്ക് അടക്കം ഞാൻ ഈ ബോർ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വെള്ളം എടുത്താൽ ഞങ്ങളുടെ ബോറിൽ വെള്ളം ഇല്ലാണ്ടാവും. അതുകൊണ്ട് അതാണെന്നുണ്ടെങ്കിൽ പറ്റില്ല, ഞങ്ങൾ എതിർക്കും. കോൺഗ്രസ്സായിട്ട് എതിർക്കും, വ്യക്തിപരമായിട്ടും ഞാൻ ഒരു മെമ്പർ എന്ന നിലയ്ക്കും ഞാൻ എതിർക്കും തന്നെയാണ് കമ്പനിക്കാരനോട് പറഞ്ഞത്. എന്നാൽ
മലമ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം കൃഷിക്കും കുടിക്കാനും നൽകുന്നതിനായിരിക്കണം പ്രഥമ പരിഗണനയെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഈ ഉത്തരവ് കണ്ടില്ലെന്ന് നടിച്ചാണ് മദ്യനിർമ്മാണത്തിന് വെള്ളം നൽകാൻ ഒരുങ്ങുന്നത്. സമീപകാലത്ത് വന്ന കോടതി ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാർഷിക ആവശ്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കാർഷിക ആവശ്യത്തിന് മതിവരുന്നത് വരെ ജലം നൽകിയതിന് ശേഷം മാത്രമേ മറ്റാവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അത്തരത്തിലുള്ള ഒരു സാധ്യത പഠനം പോലും നടത്താതെ, ജലലഭ്യത സംബന്ധിച്ച പഠനം പോലും നടത്താതെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. കാരണം അതിൽ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ജലമാണ്. ഈ ജലത്തിൻ്റെ എങ്ങനെയാണ് ഇതിന് വേണ്ടി വരുന്ന പ്രതിദിനം എത്തിക്കാനുള്ള ജലം, ഇപ്പോൾ മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചാണ് ജലം എത്തിക്കുന്നത്. അതായത് മലമ്പുഴ ഡാമിലുള്ള ജലത്തിന്റെ കൃത്യമായ കണക്ക് അല്ലെങ്കിൽ പ്രതിമാസം വേണ്ടിവരുന്ന ഉപയോഗം സംബന്ധിച്ച കണക്കൊന്നും കൃത്യം സർക്കാർ ശേഖരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ പലപ്പോഴും മലമ്പുഴ ഡാമിൽ നിന്നും കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി കർഷകർക്ക് ഉണ്ട്. ഇതിനിടെയാണ് മദ്യനിർമ്മാണത്തിനും വെള്ളം നൽകാനുള്ള നീക്കം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം നൽകുകയാണെങ്കിൽ അത് കേവലം ഒരു പ്രദേശത്തെ മാത്രമല്ല ബാധിക്കുക, പാലക്കാട് ജില്ലയെ മുഴുവനായിട്ടായിരിക്കും. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ ആണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. മലമ്പുഴ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് മുമ്പിൽ നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സർക്കാർ മദ്യ കമ്പനിക്ക് പാലക്കാട് അനുമതി നൽകിയതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിൽ, മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പുതുശ്ശേരിയിലും പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിലൂടെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ അനുമതി സർക്കാർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ, കൽമണ്ഡപത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് മുൻപിലും ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തുടർച്ചയായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മദ്യ കമ്പനിക്ക് ഇവിടെ അനുമതി നൽകിയതിലൂടെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്നും BJPയുടെ അടക്കം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അനുമതി പിൻവലിക്കും വരെ ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് സംഘടനകൾ പറയുന്നത്. യുവമോർച്ചയും അതോടൊപ്പം തന്നെ BJP നേതാക്കളും എല്ലാം തന്നെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നമുക്കറിയാം വലിയ രീതിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അത്തരത്തിൽ പ്രത്യേകിച്ച് മലമ്പുഴയിൽ ഇത്തരത്തിൽ വേനൽക്കാലം എത്തുമ്പോൾ പോലും വലിയ രീതിയിൽ രൂക്ഷമായ കുടിവെള്ളം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആ സമയത്ത് കുഴി ഉണ്ടാക്കി അവിടെ നിന്നും വെള്ളം ശേഖരിച്ചാണ് പലപ്പോഴും വീടുകളിൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ മദ്യ കമ്പനിക്ക് വേണ്ടി ഈ രീതിയിൽ ഒരു അനുമതി സർക്കാർ നൽകുന്നത്. 30 ലക്ഷം ലിറ്ററോളം കുടിവെള്ളം ഇതിനു വേണ്ടി ആവശ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ മലമ്പുഴയിൽ നിന്നും ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള അനുമതിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം മുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ ഒരു അനുമതി പിൻവലിക്കണം എന്നാണ് പ്രധാനമായും പ്രതിപക്ഷ സംഘടനകളുടെയും BJPയുടെയും എല്ലാം തന്നെ ആവശ്യം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ യോഗം തീരുമാനിച്ചു. BJP ഉൾപ്പെടെ തീരുമാനത്തെ പിന്തുണച്ചപ്പോൾ CPM അംഗങ്ങൾ തങ്ങൾക്ക് ഒരഭിപ്രായവുമില്ല എന്ന് പ്രതികരിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അവിടെ എലപ്പുള്ളി പഞ്ചായത്താണ് കൃത്യമായി ഇന്ന് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന് കത്ത് നൽകാൻ തീരുമാനിച്ചത്. അതായത് ഈ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനം പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിന്മേലാണല്ലോ അവർ ഇത് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുന്നു. അവിടുത്തെ CPM മെമ്പർമാർ പറയുന്നു തങ്ങൾക്ക് ഒരഭിപ്രായവും ഇല്ല എന്ന്. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തൂർ. വിനോദ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടെയാണ് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു അടിയന്തര യോഗം ചേർന്നത്. എലപ്പുള്ളി പഞ്ചായത്തിൽ ഇത്തരത്തിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ
സർക്കാർ നടപടിക്കെതിരെയായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. യോഗം ചേർന്നതിന് ശേഷം BJP അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു അടിയന്തര പ്രമേയ നോട്ടീസ് സമർപ്പിച്ചു. പക്ഷേ ആ നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. കാരണം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം ഈ യോഗത്തിലേക്ക് കടന്ന സമയത്ത് BJP അംഗങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത് യാതൊരു കാരണവശാലും ഈ എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകരുത് എന്നൊരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ് ആ സ്ഥലത്ത് മദ്യക്കമ്പനിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെ അതിലൊരു മറുപടി പറയണമെന്നും BJP ആവശ്യപ്പെടുകയുണ്ടായി. അതിനിടയ്ക്ക് തന്നെ കോൺഗ്രസും ഈ മദ്യ കമ്പനി വരുന്നതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഇതോടുകൂടെ തന്നെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിൽ ഒരു സർക്കാരിന് ഈ മദ്യനിർമ്മാണ കമ്പനി ഇവിടെ വേണ്ട, എടുത്തിട്ടുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് നൽകാൻ വേണ്ടി തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. വിവിധ വകുപ്പ് മന്ത്രിമാർക്ക്, ഏകദേശം ഒരു 5ഓളം വകുപ്പ് മന്ത്രിമാർക്കാണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകാൻ വേണ്ടി ഈ യോഗത്തിൽ തീരുമാനമായത്. BJP അംഗങ്ങളും, അതായത് 5 BJP അംഗങ്ങളും 9 കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിലാണ് ഇത്തരമൊരു തീരുമാനം എലപ്പുള്ളി പഞ്ചായത്ത് കൈക്കൊണ്ടത്. അതേസമയം തന്നെ 8 അംഗങ്ങൾ CPM-നുണ്ട്. പക്ഷേ CPM അംഗങ്ങൾ കൃത്യമായ ഒരു നിലപാട് ഈ യോഗത്തിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. ഈ കമ്പനി വരുന്നതിന് എതിരാണോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയും CPM-ന്റെ അംഗങ്ങൾ പറഞ്ഞില്ല. സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് പോകട്ടെ എന്ന തരത്തിലായിരുന്നു CPM അംഗങ്ങളുടെ പ്രതികരണം. തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവുമില്ല എന്ന തരത്തിലായിരുന്നു CPM അംഗങ്ങൾ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പഞ്ചായത്ത് യോഗത്തിൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJP-യും അംഗങ്ങളുടെ ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഈ വിഷയം പുനഃപരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് എലപ്പുള്ളി പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം നേരത്തെ ശിവദാസ് കന്മനം പറഞ്ഞതുപോലെ ഇന്ന് വ്യാപകമായ പ്രതിഷേധമാണ് പാലക്കാട് BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയത്. 3 മണ്ഡലം കമ്മിറ്റികൾ പാലക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും അതുപോലെ തന്നെ മലമ്പുഴയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും ഒപ്പം തന്നെ എലപ്പുള്ളിയിൽ ഈ പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അരുൺ, കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഈ ഇപ്പോൾ മദ്യനിർമ്മാണ കമ്പനി വരുന്ന സ്ഥലത്തെ കോൺഗ്രസ് മെമ്പറാണ്. അദ്ദേഹമാണ് ഈ ഭൂമി മറിച്ച് ഈ കമ്പനിക്ക് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ? ഇതേപ്പറ്റി ആ മെമ്പർക്ക് ഇപ്പോഴുള്ള അഭിപ്രായം എന്താണ്? അതിന്മേൽ എന്തെങ്കിലും പ്രതികരണം ആ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായോ? അരുൺ ആലത്തൂർ. വിനോദ, ഈ പ്രസ്തുത മെമ്പർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. ചില ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ മെമ്പറുടെ അസാന്നിധ്യം BJP അംഗങ്ങൾ കൃത്യമായി തന്നെ പഞ്ചായത്ത് അടിയന്തര യോഗത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല വിഷയത്തിൽ മെമ്പറും ഒപ്പം ഭരണസമിതിയും ഉത്തരം പറയണമെന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു മദ്യ കമ്പനി വരുമ്പോൾ ആ മദ്യ കമ്പനിക്ക് എങ്ങനെയാണ് ഈ ഒരു മെമ്പർ ഭൂമി ഏറ്റെടുത്ത് നൽകുക എന്നുള്ളതാണ് BJP അംഗങ്ങൾ ചോദിച്ചത്. അതിന് കൃത്യമായ ഉത്തരം ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പറയണമെന്നുള്ളതാണ്. മാത്രമല്ല സർക്കാർ ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ സമയത്ത് AS പങ്കെടുത്തിരുന്നു. AS-നോട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മദ്യ കമ്പനി വരുന്നതിന് എതിർപ്പ് ഈ പ്രദേശത്തുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ സമയത്ത് AS പറഞ്ഞത് യാതൊരു എതിർപ്പോ അങ്ങനെ പരാതിയോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരണസമിതിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. ഈ മദ്യ കമ്പനി വരുന്നതിനെ കുറിച്ച് അതിന് ഒരു മൗനാനുവാദം നൽകുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPM-ഉം ഒരുപോലെ ഒത്തുകളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മദ്യ കമ്പനി ഈ ദൗർലഭ്യമുള്ള മേഖലയിൽ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP അംഗങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ ആരോപിച്ചത്. ഒപ്പം തന്നെ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയെങ്കിൽ ആ പ്രമേയം ചില സാങ്കേതിക തടസ്സങ്ങൾ, അതായത് ഒരാഴ്ച മുൻപ് തന്നെ നോട്ടീസ് നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ BJP ഇതൊരു അജണ്ടയായി, ഈ വിഷയം പ്രധാന അജണ്ടയായിക്കൊണ്ട് അടുത്ത് തന്നെ ഒരു യോഗം കൂടി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഈ പുനഃപരിശോധിക്കണമെന്ന നടപടിയിൽ എന്തും നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു വ്യക്തത ലഭിച്ചതിന് ശേഷം കൂടുതൽ ശക്തിയുക്തം ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ BJP അംഗങ്ങളുടെ തീരുമാനം. ഒപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഈ മദ്യ കമ്പനി വരരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം CPM അംഗങ്ങളാണ് തങ്ങൾക്കൊരു നിലപാടുമില്ല, അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊരു അഭിപ്രായവുമില്ല എന്ന തരത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതെ, കൃത്യമാണ്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലാണ് സർക്കാർ മദ്യ കമ്പനിക്ക് ഭൂമി വിട്ടു നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകാൻ
എലപ്പുള്ളിയിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രമേയം പാസാക്കിയത്. BJP അംഗങ്ങളാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM അംഗങ്ങൾ ഇക്കാര്യത്തിൽ മൗനം തുടരുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് 2:45 വിധി വരുമെന്ന് കരുതുന്നു. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. എന്നാൽ താൻ ബലാത്സംഗമോ കൊലപാതകമോ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് പ്രതി. വധശിക്ഷ ആവശ്യപ്പെട്ട CBI അഭിഭാഷകൻ രംഗത്തുണ്ട്. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഇന്ന് പ്രധാനപ്പെട്ട 2 വിധികളാണ് നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവും കാത്തിരുന്നത്. ഒന്ന്, ഇവിടുത്തെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ കോടതി വിധിച്ചിട്ടുള്ളത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ്. ഇനി നമ്മൾക്കറിയേണ്ടത് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഒരു ജൂനിയർ ഡോക്ടറെയാണ് മാനഭംഗപ്പെടുത്തി കൊലപാതകം നടത്തിയത്. അതിൻ്റെ വിധി അല്പസമയത്തിനകം വരുന്നു. പ്രതി സഞ്ജയ് റോയ് ഉണ്ട്. ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് CBI വാദിക്കുന്നു. എപ്പോഴായിരിക്കും ഇതിൻ്റെ വിധി പുറത്തു വരിക? കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, 2:45 അഡീഷണൽ സെഷൻസ് ജഡ്ജി അനിർബദൻ ദാസിന്റെ അദ്ദേഹമായിരിക്കും ഈ വിധി പ്രസ്താവന നടത്തുക. ഇതിനോടകം തന്നെ കേസ് അന്വേഷിച്ച CBIയുടെ അഭിഭാഷകൻ വാദിച്ചത് പ്രതിക്ക് തൂക്കുകയർ നൽകണമെന്നാണ്. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മികച്ച വിദ്യാർത്ഥിയായിരുന്നു. അതിനുപരി സമൂഹത്തിന് പ്രയോജനം ചെയ്യേണ്ട ഒരു വ്യക്തിത്വത്തെയാണ് നഷ്ടപ്പെട്ടത്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷയായ തൂക്കുകയർ മരണം വരെ തൂക്കിക്കൊള്ളണം എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ CBIയുടെ അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 18-ാം തീയതി ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ സഞ്ജയ് റോയ് എന്ന പ്രതി പറഞ്ഞത് താൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. താൻ ബലാത്സംഗമോ കൊലപാതകമോ താൻ ചെയ്തിട്ടില്ല. മാത്രമല്ല തന്നെ നിർബന്ധിച്ച് ഈ കേസിൽ പെടുത്തുകയായിരുന്നു. തന്നെ നിർബന്ധിച്ചാണ് ഇതിൽ ഒപ്പിടിയിപ്പിച്ചത്. CBI തന്റെ ഭാഗം കൃത്യമായി കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്നിപ്പോൾ ഈ കേസിലെ പ്രതിയായ സഞ്ജയ് റോയ് ഈ കോടതിയെ അറിയിച്ചത്. 2:45 ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ നേരത്തെ CBI അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച പോലെ പെൺകുട്ടിയുടെ പ്രായം, അതേപോലെ തന്നെ നിലവിലെ സാമൂഹിക ഒരു അന്തരീക്ഷം അടക്കം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവനയാകും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 കൽക്കട്ടയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ, അതൊരു സർക്കാർ മെഡിക്കൽ കോളേജാണ്, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ ഒരു 31 വയസ്സുകാരിക്ക് ഇത്തരം ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും തുടർന്ന് അവർ കൊല്ലപ്പെടുകയും ചെയ്തത്. രാത്രി ഡ്യൂട്ടിക്കിടെ അവർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു കയറിയ ഈ സഞ്ജയ് റോയ് എന്ന ആൾ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് അത് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് കണ്ടെത്തിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് CBIയും കേസ് അന്വേഷിച്ചിരുന്നു. CBIയും അത് തന്നെയാണ് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ അതിനെതിരെ വലിയ വിമർശനങ്ങളും മറ്റും ഉയർന്നിരുന്നു. അതായത് യഥാർത്ഥ രീതിയിലല്ല അന്വേഷണം മുന്നോട്ട് പോകുന്നത്, പ്രതികളെ സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒന്നിലധികം പ്രതികൾ ചേർന്നാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള അത്തരം ആക്ഷേപങ്ങളും മറ്റും ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ പ്രതി ഇന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും പ്രതിയിലേക്ക് കൂടുതൽ പോകുവാൻ ലോക്കൽ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് കേസ് അന്വേഷിച്ച CBI ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും കൂടുതൽ തെളിവുകളും മറ്റും ശേഖരിക്കുകയും ചെയ്തത്. ഏതായാലും 18-ാം തീയതി കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇന്നിപ്പോൾ 2:45 ഇതുമായി ബന്ധപ്പെട്ട വിധി കോടതിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറായിരുന്ന 31 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അതിന്മേലുള്ള ശിക്ഷാവിധിയാണ് 2:45 പുറത്തു വരിക. വിവരങ്ങൾ നൽകുകയായിരുന്നു S. നന്ദഗോപൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുന്നു. നമസ്തേ.